കൂടെ കടന്നു പോകുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ജീവിതം മുമ്പോട്ട് പോകുമ്പം പഠിപ്പും വിദ്യാഭ്യാസവും എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കിയാലാണ് ഭാവിയിലും ഇതേപോലുള്ള പ്രതിസന്ധികൾ വരുമ്പം പകച്ചു നിൽക്കാതെ, ബുദ്ധിമുട്ടുകൾ ഏറെ ഇല്ലാതെ നല്ല കോൺഫിഡൻസോട് കൂടി മുമ്പോട്ട് പോകണമെങ്കിൽ യു ഷുഡ് ഹാവ് ദ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. അത് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കയ്യിൽ ജോർജ് കുട്ടി ഉണ്ടാവണം. ജോർജ് കുട്ടി ഉണ്ടാവണമെങ്കിൽ ജോലി ഉണ്ടാവണം. ജോലി ഉണ്ടാവണമെങ്കിൽ നന്നായിട്ട് പഠിക്കണം. നന്നായിട്ട് പഠിക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും പരീക്ഷയൊക്കെ നന്നായിട്ട് പാസ്സാവും. 90-95% മാർക്ക് കിട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഫ്രം ടുഡേ ഓൺവേർഡ്സ് യു ഹാവ് ടു പ്ലാൻ, മൈ ഡിയർ ഫ്രണ്ട്സ്. അതിന് വേണ്ടത് യു ഹാവ് ടു കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ള എല്ലാ കഴിവുകളും എന്തൊക്കെയാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ യു ഹാവ് ടു ഇംപ്രൂവ് ഓൺ യുവർ സ്കിൽസ്, മൈ ഡിയർ ഫ്രണ്ട്സ്. നമ്മളുടെ സ്കിൽസുകൾ, നമ്മൾക്ക് ദൈവം തന്നിട്ടുള്ള കഴിവുകൾ, ഈശ്വരൻ തന്നിട്ടുള്ള കഴിവുകൾ എന്താണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. ഇനി നമ്മുടെ കഴിവുകൾ ഇവിടെ നിന്നും മുകളിലേക്ക് എന്തൊക്കെ കഴിവുകളാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നും കൂടി നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ മനോഹരമായ നിമിഷത്തിൽ നമ്മൾ ഏകദേശം 1 മണിക്കൂർ ഇവിടെ ഈ സെഷൻ മുമ്പോട്ട് കഴിഞ്ഞ് പോകുമ്പം ദിസ് ഇസ് എ ഹാഫ് ടൈം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, ബട്ട് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ഐ എം ഗോയിങ് ടു ആസ്ക് യു ഫ്യൂ ക്വസ്റ്റ്യൻ. നമ്മുടെ എന്തെല്ലാം സ്കിൽസ് ആണ് നമ്മൾ ഇവിടെ ഇംപ്രൂവ് ചെയ്യേണ്ടത്? My dear friends, let me tell you something. We are living in a fast changing world. ലോകം പോകുന്നത് വളരെ വേഗത്തിലാണ്. 2030 ലോകത്തിൽ ഉണ്ടാവേണ്ട മാറ്റങ്ങളാണ് 2021 വന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. We are living in a fast changing world fast and producing more of the same knowledge and skills. It will not suffice to address the challenges of the future. വർഷങ്ങൾക്ക് മുമ്പ് ടീച്ചേഴ്സിന് അറിയാമായിരുന്നു അടുത്ത 5 വർഷത്തിൽ അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. But because of the rapid economic and social change, schools have to prepare the students for the jobs that have not yet been created. Hope you are getting, my dear friends. Technologies that have not been invented, and problems that we don't yet know will arise, my dear friends. ലോകത്തിൽ ടെക്നോളജീസ് ഇത്രയും നാളും വരാത്ത, ഇൻവെന്റ് ചെയ്യപ്പെടാത്ത ടെക്നോളജീസിനെ നമ്മൾ കാണാൻ പോകുന്നു. എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഇനി ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത്, അതിന് എന്തെല്ലാം സൊല്യൂഷൻസ് നമ്മൾ എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ളതിനെ കുറിച്ച് ഇന്ന് ആർക്കും ഒരു ധാരണയില്ല. Folks, let me tell you something. The greatest factor you have to keep in your mind is always, we have to be updated, or otherwise you will be outdated. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, വി ആർ ലിവിംഗ് ഇൻ എ ഫാസ്റ്റ് ചേഞ്ചിങ് വേൾഡ്. 2030 സംഭവിക്കേണ്ട കാര്യം 2021 സംഭവിക്കുന്നുണ്ടെങ്കിൽ why it is happening? ആ സമയത്ത് നമ്മൾ എന്തുകൊണ്ട് എന്ത് ചിന്തിക്കണം? We have to improve on our skill factors. ആ സ്കിൽ എന്തൊക്കെയാണ് നമ്മൾ കൂട്ടേണ്ടത് എന്നൊന്ന് ചിന്തിക്കുക. The basic factor is always, ഞാൻ കഴിഞ്ഞ സെഷനിൽ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 5-6 മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളോട് സംസാരിക്കുമ്പം ഞാൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആയി പറഞ്ഞൊരു കാര്യമാണ് ഇനീഷ്യേറ്റീവ്. ഇവിടെയും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇസ് ഇനീഷ്യേറ്റീവ്. ആ ഇനീഷ്യേറ്റീവ് ഫാക്ടർ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ വർദ്ധിപ്പിക്കുമ്പം another most important factor is always how much literate you are in the technology part. ഇന്ന് ടെക്നോളജി ഇല്ലാതെ മുമ്പോട്ട് പോകാൻ നമുക്ക് പറ്റില്ല. എത്രത്തോളം സാമൂഹ്യപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഹൗ മച്ച് യു ആർ ടേക്കിംഗ്. കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിരുന്നു. ആ ഫ്രണ്ടിന്റെ മകള് എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്. എഞ്ചിനീയറിംഗ് പഠിച്ച് പരീക്ഷ കഴിഞ്ഞിട്ടില്ല. അപ്പോഴേക്കും ആ കുട്ടിക്ക് ജോലി കിട്ടി. വളരെ പ്രശസ്തമായ ഒരു കമ്പനിയിൽ, ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ ജോലി കിട്ടി. ആ കുട്ടിക്ക് ജോലി കിട്ടിയിരിക്കുന്നത് മാർക്കറ്റിംഗ് ഫീൽഡിലാണ് ജോലി കിട്ടിയിരിക്കുന്നത്. വെറും 22 വയസ്സാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട്. എല്ലാവരും പറയും എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ജോലി ഇല്ലാന്ന്. പക്ഷെ ഷീ ഈസ് ഗെറ്റിംഗ് $80,000 മൈ ഡിയർ ഫ്രണ്ട്സ് മന്ത്ലി. 80,000 രൂപയാണ് സാലറി കിട്ടുന്നത് ആ കുട്ടിക്ക്. 80,000. ആ കുട്ടി കഴിഞ്ഞ കൊല്ലം ഇന്റേൺഷിപ്പ് ആ കമ്പനിയിൽ ചെയ്തു. 30,000 they paid. അതായത് 3-ാം വർഷം കഴിഞ്ഞ 4-ാം വർഷത്തെ ഫസ്റ്റ് സെമസ്റ്ററിൽ അവിടെ ഇന്റേൺഷിപ്പ് ചെയ്തു. എവിടെ ഇരുന്ന്? വീട്ടിലിരുന്ന് ചെയ്തപ്പം they paid 30,000 for that girl. എന്തുകൊണ്ടാണ് ഇത്ര അധികം പേയ്മെന്റ് അവർ കൊടുത്തത്? She is damn good in oral and written communication. My dear friends, നമ്മൾക്ക് സ്കിൽ ഉണ്ടെങ്കിൽ നമ്മളെ പൊക്കിക്കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട്. ഓറൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഡിയർ ഫ്രണ്ട്സ്, സിവിക് ലിറ്ററസി ആൻഡ് സിറ്റിസൺഷിപ്പ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ടുന്ന the most important factor is always
നമ്മളുടെ കഴിവുകൾ കൂട്ടാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. We should have the leadership. ഞാൻ പറഞ്ഞ ആ കുട്ടിക്ക് നല്ല മിടുക്കിയാണ് അവളുടെ ലാംഗ്വേജ് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ഇൻഫോർമേഷൻ ലിറ്ററസി. She knows the cross-cultural factors, the global and cultural awareness, and highly flexibility and adaptability to every factors. ഇവിടെ നിങ്ങൾ ഒരുപാട് പേര് adaptability എന്ന് കുറെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. Flexibility and adaptability, that is another one of the most important skill you need. And folks, let me tell you something. 21st century skills, that is the problem solving skill, critical thinking skill, decision making skill, creativity and imagination. Fantasy world le ജീവിതം മാത്രം പോരാ, ഫാന്റസി മൂവീസ് മാത്രം കണ്ടാ പോരാ. പക്ഷേ അവിടെ നിന്ന് ഒരു JK റൗളിംഗ് ആവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഫാന്റസി വേൾഡിൽ സ്വപ്നങ്ങൾ മാത്രം കണ്ടുകൊണ്ട് കട്ടിലുമ കിടന്നിട്ട് മറ്റുള്ളവരുടെ ഫാന്റസി ജീവിതം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി മാത്രമാകുന്നുണ്ടോ എന്നും ചോദിക്കാം. ആൻഡ് ദ മോസ്റ്റ് ആൻഡ് ദ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഈസ് കൊളാബറേഷൻ ആൻഡ് ടീം വർക്ക്. ഈ ടീം വർക്കും കൊളാബറേഷനും സ്വന്തം വീട്ടിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാം. Are you doing that kind of a teamwork and collaboration with your family at least? Because right now we are not going to school and we don't have friends over there, but definitely we have family with you. My dear friends, are you putting the teamwork or collaboration work with your family? Definitely, if you are doing all this kind of stuff, ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന സ്കില്ലുകൾ കൂട്ടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. So dear friends, I need your participation. I'm going to ask you a few questions. എന്തൊക്കെ സ്കില്ലാണ് നിങ്ങൾക്ക് ആവശ്യം? My dear friends, look into the screen, everybody. I'm going to ask you a few questions. Concentrate in the screen. The first question to each and everyone, screenilekku ellarum shraddhikka. How many of you are very good in cooking? Boys nu avam, girls nu avam ee uttaram. Cooking ivide gender difference onnilla. Vishwajyothi school cooking ine ningalku midukkamare ningal motta porichadaayikotte, chai kudikkanathayikotte, paalu kudikkanathayikotte, kudikkanathalla undakkanathalana important. So dear friends, if you love cooking, you can type cook in chat box, okay, or in the question answer box. ആർദ്ര മാത്രമാണ് ഉത്തരം തന്നിരിക്കുന്നത്. അപ്പം ബാക്കിയുള്ളവർക്ക് ഉത്തരങ്ങൾ ഭയങ്കര സ്പീഡിൽ പെട്ടെന്ന് ഉത്തരങ്ങൾ തരാം. ഈറ്റിംഗ് ഫുഡ് മനസ്സിലായി, എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ അങ്കമാലിക്കാർ മോശമല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ആർ യു ലവിങ് കുക്കിംഗ്? അങ്ങനെയാണെങ്കിൽ കുക്ക് എന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. അർച്ചന പറയുന്നു കുക്കിംഗ് എന്ന് എഴുതുന്നുണ്ട്. യെസ്, യു ക്യാൻ പുട്ട് കുക്ക് എന്ന് പെട്ടെന്ന് ടൈപ്പ് ചെയ്യാം. കുക്ക് എന്ന്, ഓക്കെ, കുക്ക്, ഓക്കെ, കുക്ക് എന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ, മീന്നല്ല കുക്ക് എന്ന് ഇടാം. ഓക്കെ, okay, Madhavan cooking, okay, cooking എന്നോ അല്ലെങ്കിൽ കുക്ക് എന്നോ നിങ്ങൾക്ക് ഇടാം. Okay, and these are the few skills I'm asking. ഞാൻ വളരെ വേഗത്തിൽ നിങ്ങളോട് ചോദിക്കും. And I am decented. കുക്ക് എന്ന് മാത്രം അടിച്ചാൽ മതി. സെന്റൻസും നിങ്ങൾക്ക് മാർക്കും പെർഫോമൻസും ഇടണ്ട, ഞാൻ മാർക്ക് ഇടാൻ പോകുന്നില്ല. കുക്ക് എന്നോ മാത്രം ഇട്ടാൽ മതി, കാരണം I just want to see. Okay, fine. നമ്മൾക്ക് അത് ഇല്ലെങ്കിൽ not me no, I am bad എന്നോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. If you're good in that, you just put cook. Okay, I'm going to ask you various questions. Okay, here I'm coming with the second question, and that is, are you good in languages? നിങ്ങൾക്ക് ഒരു 5 ഭാഷയെക്കാളും കൂടുതൽ അറിയുമെങ്കിൽ 5 എന്ന ഭാഷ, എത്ര ഭാഷ അറിയുമെങ്കിൽ 5 എന്നോ 4 എന്നോ 3 എന്നോ 2 എന്നോ 1 എന്നോ എത്ര ഭാഷ അറിയുമെങ്കിൽ you just put how many languages you know. You just put numbers of languages you know. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാ, നിങ്ങൾക്ക് എത്രത്തോളം കൂടുതൽ ഭാഷകൾ അറിയുമോ അത്രത്തോളം നല്ലത് എന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് 5 ഭാഷകൾ അറിയുമെങ്കിൽ you can put 5. If you know more than 7 languages, you can put 7. You can put 9 languages, 9. If it is 3, you can put 3. എത്ര ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ, ആ ലാംഗ്വേജസ് എത്ര എണ്ണം അറിയുമെങ്കിൽ അത് മാത്രം നിങ്ങളൊന്ന് ആ നമ്പർ ഓഫ് ലാംഗ്വേജസ് മാത്രം ഇടാം. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, കന്നഡ, തുളു, കൊങ്കണി, ഉറുദു, എനി ലാംഗ്വേജസ് യു ക്യാൻ പുട്ട്. സോ എത്ര ലാംഗ്വേജസ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ അത് മാത്രം നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്യുക ഇൻ യുവർ ചാറ്റ് ബോക്സ്. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ ആൻസേഴ്സ് മൈ ഡിയർ ഫ്രണ്ട്സ്. കുക്ക് മാത്രമാണ് വരുന്നത്. ഐ നീഡ് യുവർ ആൻസേഴ്സ് അബൌട്ട് ലാംഗ്വേജ്. How many languages you know? How many languages you know? My dear friends, why I'm asking about language? Because if you are developing your language factor, definitely you become more brilliant. നിങ്ങൾക്ക് ജർമ്മനും സ്പാനിഷും ഫ്രഞ്ചും ചൈനീസും ജാപ്പനീസും ഒക്കെ പഠിക്കാം. നിങ്ങൾക്ക് അറബിയും കന്നഡയും ഉറുദുവും ഒക്കെ നമുക്ക് പഠിക്കാം. When you are learning more languages, okay, Joshua with 3 languages, very good. നിങ്ങൾ ഭാഷകൾ കൂടുതൽ പഠിക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിന്റെ കഴിവുകൾ കൂടുമെന്നാണ് സയന്റിസ്റ്റും റിസർച്ചേഴ്സും പറയുന്നത്. So dear friends, Meenakshi with 4 languages, very good, brilliant Meenakshi. Arjun with 4 languages, okay, very good, okay, fine.
നിങ്ങൾക്ക് ഭാഷകൾ ആൻഡ് ആഷ്ലിൻ വിത്ത് 5 ലാംഗ്വേജസ്. വെരി ഗുഡ് ആഷ്ലിൻ. ജോഫി വിത്ത് 5 ലാംഗ്വേജസ്. ഗുഡ്, എക്സലന്റ്. ഒരു കയ്യടി ആഷ്ലിൻ. 5 ഭാഷകൾ അറിയുന്ന ആഷ്ലിന് നല്ലൊരു കയ്യടിയൊക്കെ കൊടുക്കാട്ടോ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, യു ട്രൈ ടു grab at least 5 languages or 6 languages. നമുക്ക് Siona Benny with 5 languages. Very good. So dear friends, it's always try to get more languages in your life. ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാ, വെറും ചുമ്മാ ഭാഷ പറയുക മാത്രമല്ല, എഴുതാനും നമുക്ക് വായിക്കാനും ഒക്കെ പഠിക്കുവാണെങ്കിൽ that will be brilliant. So dear friends, try to get more languages. I'm going for the next question. How many of you know, as a doctor I'm asking, how many of you know medical instruments? എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും പനി നോക്കാൻ അറിയാം അല്ലെ? ഇന്ന് ലുലു മാളിൽ പോയാലും, ഒബ്രോൺ മാളിൽ പോയാലും, ഗ്രാൻഡ് മാളിൽ പോയാലും, സെൻട്രൽ മാളിൽ പോയാലും, എവിടെ ചെന്നാലും എല്ലാവർക്കും പനി നോക്കാൻ അറിയാം. ആർക്ക്? അവിടെ നിൽക്കുന്ന വാച്ച്മാന് പോലും ഇന്ന് പനി നോക്കാൻ അറിയാം അല്ലെ? നമ്മൾ എല്ലാവരും കയ്യിൽ തെർമോമീറ്റർ ഉണ്ട് അല്ലെ? വെടിവെക്കാൻ എല്ലാവർക്കും അറിയാം അല്ലെ? Isn't it? So dear friends, ഇന്ന് പനി നോക്കാൻ അറിയാത്ത ആരുമില്ല. സോ തെർമോമീറ്റർ എല്ലാവർക്കും അറിയാം. സോ നിങ്ങൾക്ക് അറിയാവുന്ന മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്? ഇന്ന് എല്ലാവരുടെയും കയ്യില് പൾസ് ഓക്സിമീറ്റർ ഉണ്ട് അല്ലെ? ഞാൻ ഇവിടെ പൾസ് ഓക്സിമീറ്റർ എന്ന് കാണാത്ത ആരും ഉണ്ടാവില്ല. വീട്ടില് നമ്മള് പൾസ് ഓക്സിമീറ്റർ ഇന്ന് എല്ലാ വീട്ടിലും, ഇന്ന് കോവിഡ് വന്നതോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പൾസ് ഓക്സിമീറ്റർ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, സോ പൾസ് ഓക്സിമീറ്റർ ഇന്ന് എല്ലാ വീട്ടിലും ഉണ്ട്. പൾസ് ഓക്സിമീറ്റർ വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും സാച്ചുറേഷൻ നോക്കാനും പൾസ് നോക്കാനും ഒക്കെ എല്ലാവർക്കും ഭയങ്കര മിടുക്കന്മാരാണ് നമ്മളെല്ലാവരും. വീട്ടിലൊക്കെ നമ്മൾ പാരന്റ്സിന്റെ ഒക്കെ നോക്കുന്നുണ്ടാവും, നമ്മുടെയും നോക്കുന്നുണ്ടാവും. ചില ആൾക്കാർ പരിപ്പോടയ്ക്ക് എത്ര ഓക്സിജൻ ഉണ്ട്, ബിസ്ക്കറ്റിന് എത്ര ഓക്സിജൻ ഉണ്ട് എന്നൊക്കെ നോക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ എവരിബഡി നോസ് ദാറ്റ്, isn't it? സോ എവരിബഡി നോസ് ദാറ്റ് ഫാക്ടർ ഓൾസോ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും അത് മാത്രമല്ല കേട്ടോ, നമുക്ക് ഇന്ന് ഡയബറ്റിക്സ് ഒക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് കൊണ്ട് സോ ഡെഫിനറ്റ്ലി യു ക്യാൻ ലേൺ ദാറ്റ് ഓൾസോ. നമുക്ക് എങ്ങനെയാണ്, വളരെ ഈസി ഇൻസ്ട്രുമെന്റ്സ് അല്ലേ അതൊക്കെ. പ്രഷർ നോക്കാൻ നമുക്ക് പഠിക്കാം, നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രഷർ ഒക്കെ നോക്കാൻ പഠിക്കാം. സോ മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിക്കാൻ നമുക്ക് എത്ര അറിയും എന്നുള്ളതൊക്കെ നമുക്കൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. സ്പെഷ്യലി വിശ്വജ്യോതി സ്കൂൾ ആയ കാരണം ഞാൻ വീണ്ടും പറയും, നമ്മുടെ സ്കൂളിലെ CPR ഒക്കെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം എന്ന് ഞാൻ പറയും. ബിക്കോസ് ദാറ്റ് ഈസ് ഓൾസോ എ സ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്. സോ വരദ ഈസ് സേയിങ് ഐ ഹാവ് എ പൾസ് ഓക്സിമീറ്റർ. വെരി ഗുഡ്. അപ്പം ഇവിടെ 6 ഭാഷകളൊക്കെ അറിയുന്ന ആൾക്കാരുണ്ട്, പക്ഷെ പേരില്ല. കയ്യടി തരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നിങ്ങൾക്ക് അറിയണം. നിങ്ങൾക്ക് സ്വിമ്മിംഗ് അറിയുമെങ്കിൽ സ്വിം എന്ന ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. സ്വിം എന്ന് ടൈപ്പ് ചെയ്യാം. സ്വിമ്മിംഗ് അറിയുന്നവർക്ക് സ്വിമ്മിംഗ് എന്ന് ടൈപ്പ് ചെയ്യാം. ഞാൻ പെട്ടെന്ന് ചോദ്യങ്ങൾ കൂടെ ഒന്ന് പറഞ്ഞു പോവാണ്, കാരണം നമുക്ക് സമയം കുറച്ച് കുറയുന്നു. ചാറ്റ് ബോക്സിൽ ഉത്തരങ്ങൾ വേഗം വരട്ടെ. മൈ ഡിയർ ഫ്രണ്ട്സ്, സ്വിമ്മിംഗ് ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫാക്ടർ. കാരണം ഞാൻ ആൻഡ് സിയോണ ബെന്നി നോസ് കൊറിയൻ ഓൾസോ. ഓക്കെ, കൊറിയൻ പാട്ടാണോ എന്ന് എനിക്കൊരു സംശയം അല്ലെ? ഇന്ന് എല്ലാവർക്കും കൊറിയൻ പാട്ടുകാരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആ കൊറിയൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഞാൻ പറയാ പാട്ട് മാത്രമല്ല കേട്ടോ, യു ഷുഡ് ബി ഏബിൾ ടു സ്പീക്ക്. ഓക്കെ, ഇതൻ പറയുന്നു 4 languages he knows and Srishti knows 5 languages. So now my question is on to swimming. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ഒരു സ്കില്ലാണ് സ്വിമ്മിംഗ്. നമുക്ക് എവിടെ ചെന്നാലും ആവശ്യമുള്ള ഒരു കാര്യമാണ്. സോ സ്വിമ്മിംഗ് അറിയുന്നവര് സ്വിം എന്ന ചാറ്റ് ബോക്സിൽ അടിക്കാം. മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അറിയുന്നവര് അർച്ചന മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് ചെയ്യുന്നുണ്ട്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് അല്ല, മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഞാൻ ചോദിച്ചത്. ആൻഡ് ഓക്കെ, ചെക്ക് മാധവൻ ഈസ് സെയിങ് BP ചെക്ക് ചെയ്യാൻ അറിയാം. ബ്രില്യന്റ് മൈ ഡിയർ ഫ്രണ്ട്സ്. നിങ്ങൾക്കൊക്കെ സ്റ്റെതസ്കോപ്പ് നോക്കാൻ അറിയും. ആര്യക്ക് ഭാവിയിലെ ഡോക്ടറാണ് കേട്ടോ. BP നോക്കാൻ അറിയാം. ഓക്കെ, BP നോക്കാൻ അറിയാം. ഗ്ലൂക്കോമീറ്റർ നോക്കാൻ കൃപ മാർട്ടിൻ അറിയാം. ഫാന്റാസ്റ്റിക്. ആരോൺ BP നോക്കാൻ അറിയാം. അപ്പൊ സ്വിമ്മിംഗ് അറിയുന്ന പോലെ തന്നെ മറ്റൊരു കാര്യമാണ് ചെറിയ ഇലക്ട്രിക്കൽ വർക്ക്. ആരും പോയി ഷോക്ക് അടിക്കരുത് കേട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, ഈ ബൾബ് കാര്യങ്ങളൊക്കെ മാറ്റിയിടാനും ചെറിയ കാര്യങ്ങൾ, ബാറ്ററി മാറ്റിയിടാനും ഒക്കെ ചെറിയ കാര്യങ്ങളെങ്കിലും നമ്മൾ ഒന്ന് പഠിച്ചു വെക്കണം. ചെറിയ ഇലക്ട്രിക്കൽ വർക്ക്സ് നമുക്ക് വീട്ടിൽ നമ്മൾ പഠിച്ചു വെക്കണം. അനദർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ഈസ് ഓൾവേസ് അബൌട്ട് സൈക്കിൾ ചവിട്ട്. നിങ്ങൾക്ക് അറിയുമോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഡോക്ടർ ഞങ്ങളെ കളിയാക്കോ ആണോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ കളിയാക്കല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം എന്റെ അടുത്തേക്ക് 8ാം ക്ലാസ്സുകാരനായിട്ടുള്ള ഒരുത്തൻ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയില്ല, എനിക്ക് സൈക്കിൾ ചവിട്ടാൻ പേടിയാന്ന് പറഞ്ഞു. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതും ഒരു സ്കിൽ തന്നെയാണ് കേട്ടോ. സൈക്കിൾ ചവിട്ടും ഒരു സൈക്കിൾ ചവിട്ടാന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾസോ എ സ്കിൽ. സോ ഫോക്സ്, ലെറ്റ് മീ ടെൽ യു സംതിങ്. നമുക്ക് സൈക്കിൾ ചവിട്ടും നമ്മൾ പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. എന്നാലല്ലേ ഭാവിയിൽ നമുക്ക് ഹാർലി ഡേവിഡ്സൺ ബൈക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. ഇനി സൈക്കിൾ ചവിട്ട് അറിയുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കാം, ഹൗ മെനി ഓഫ് യു നോ സൈക്ലിംഗ് അറിയുന്നവർ സൈക്ലിംഗ് എന്നൊക്കെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാട്ടോ. സ്വിമ്മിംഗ് അറിയുന്ന ഒരുപാട് പേര് സ്വിമ്മിംഗ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്.
ദെൻ ഇലക്ട്രിക്കൽ വർക്ക്സ് അറിയുന്നവർ ഇലക്ട്രിക്കൽ വർക്ക് എന്ന് ടൈപ്പ് ചെയ്യാം. ബൈസൈക്കിൾ അറിയുന്നവർ സൈക്കിൾ എന്ന് ടൈപ്പ് ചെയ്യാം. അടുത്ത ചോദ്യം, നിങ്ങൾക്ക് സൈക്കിളൊക്കെ ചവിട്ടാൻ അറിയാം, പക്ഷേ ടയറ് മാറ്റാൻ അറിയുമോ എന്നാണ്. നമ്മൾ ഈ സൈക്കിളൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, പക്ഷെ എപ്പോഴെങ്കിലും എന്തെങ്കിലും അതിന്റെ ചെയിൻ ഊരിപ്പോവാണെങ്കിൽ ആ ചെയിൻ കറക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ ടയറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ടയർ കറക്റ്റ് ചെയ്യാനോ നമ്മൾക്ക് അറിയുമോ എന്നുള്ളതാണ് ചോദ്യം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, വി ഷുഡ് നോ സംതിങ് ലൈക്ക് ദിസ്. അഗൈൻ അനദർ ക്വസ്റ്റ്യൻ ഇസ് GPS. നമ്മൾ നമ്മുടെ പാരന്റ്സിന്റെ കൂടെ ടൂർ ഒക്കെ പോകുമ്പോൾ നമ്മൾ GPS നോക്കി പാരന്റ്സിനെയൊക്കെ സഹായിക്കാറുണ്ടോ? ഇത് പാരന്റ്സിനോടും ഈ ചോദ്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ വക കാര്യങ്ങളും കൂടി നമുക്ക് അറിയുമോ എന്നുള്ളതാണ് അടുത്ത ഒരു ബ്രില്യൻ ചോദ്യം. ആൻഡ് ദാറ്റ് ഈസ് അബൌട്ട് ദ GPS. ഓക്കെ, GPS ഒക്കെ നമുക്ക് നോക്കാൻ അറിയാം, നമുക്ക് വഴിയൊക്കെ വീട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അനദർ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫാക്ടർ അഗെയിൻ ATM. നമ്മുടെ ATM നമുക്ക് നന്നായിട്ട് അറിയാം. ചില ആൾക്കാർ പറയും പിന്നെ ATM ഞങ്ങൾക്ക് അറിയാം, അത് നമ്മുടെ പപ്പയുടെ പേഴ്സ് അല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടോ? പപ്പയുടെ പേഴ്സ് അല്ല ATM എന്ന് ഉദ്ദേശിച്ചത്, ബാങ്കിന്റെ ATM ആണ് ഞാൻ ഉദ്ദേശിച്ചത്, പപ്പയുടെ പേഴ്സ് അല്ല കേട്ടോ. അപ്പം അതുകൊണ്ട് അല്ലെങ്കിൽ മമ്മയുടെ ബാഗ് അല്ല, അതുകൊണ്ട് ഞാൻ പറയാ ATM എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ബാങ്കിന്റെ ATM-ൽ പോയിട്ട് നമ്മുടെ കാർഡൊക്കെ ഇട്ട് നമുക്ക് അവിടുന്ന് പൈസ എടുക്കാൻ നമുക്ക് അറിയുമോ എന്നുള്ളതാണ് ചോദ്യം. സോ ഡിയർ ഫ്രണ്ട്സ്, ATM-ൽ പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു 10ാം ക്ലാസ്സിന് മുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കണം എന്ന് പറയും. ആൻഡ് യു ഷുഡ് ഹാവ് സം നോളേജ് അബൌട്ട് ഇൻഷുറൻസ്. അതും ഒരു സ്കിൽ തന്നെയാണ്. എന്താണ് ഇൻഷുറൻസ് എന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, യു ഹാവ് ടു ആസ്ക് യുവർ പാരന്റ്സ് അബൌട്ട് വാട്ട് ഈസ് ഇൻഷുറൻസ്, എന്താണ് ഇൻഷുറൻസ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ടിക്കറ്റ് ബുക്കിംഗ് തീർച്ചയായിട്ടും സിനിമ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ കാർണിവലിലൊക്കെ ഫിലിം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്, അതൊക്കെ എനിക്കറിയാം. ഓൺലൈൻ ബാങ്കിങ് നിങ്ങൾ ചെറുതായിട്ട് നമ്മൾ അതൊക്കെ പഠിച്ചു തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. സോ ഓൺലൈൻ ബാങ്കിങ് ഒക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാലഘട്ടമായിരിക്കുന്നു. ഓൺലൈൻ പേയ്മെന്റ്സ് തീർച്ചയായിട്ടും ഫീസ് അടയ്ക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും ഓൺലൈൻ പേയ്മെന്റുകൾ നമ്മൾ ചെയ്ത് പഠിക്കേണ്ട ആവശ്യം വന്നിരിക്കുന്നു. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഓൺലൈൻ പേയ്മെന്റ്സും നമ്മൾ പഠിക്കണം എന്ന് ഞാൻ നിങ്ങളുടെ പറയുകയാണ്. ആൻഡ് GPay, ഇന്ന് എല്ലായിടത്തും ഗൂഗിൾ പേ അല്ലേ. സോ ഡിയർ ഫ്രണ്ട്സ്, ഡെഫിനറ്റ്ലി നമ്മൾ പഠിക്കണം. നിങ്ങളൊക്കെ യങ്സ്റ്റേഴ്സ് ആണ് ആൻഡ് യു ആർ ഓൾ ടെക് സാവി സ്റ്റുഡൻസ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ എത്രയും വേഗം, സ്പെഷ്യലി ഇതൊക്കെ ഞാൻ പറയുന്നത് 8th സ്റ്റാൻഡേർഡിന് മുകളിലാണെങ്കിൽ നിർബന്ധമായിട്ടും ഇതൊക്കെ ബാങ്കിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയും. ആൻഡ് വിത്ത് ദാറ്റ്, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ഈസ് ഓൾവേസ് യൂസിങ് ലാപ്ടോപ്സ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഇപ്പൊ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ലാപ്ടോപ്പിലായിരിക്കാം, മൊബൈലിലായിരിക്കാം. സോ യൂസിങ് ലാപ്ടോപ്സ്. ഡെഫിനറ്റ്ലി വെബിനാർസ്, ഇന്ന് നിങ്ങളൊരു വെബിനാറിൽ ഇന്ന് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു നോ ദാറ്റ്. ആൻഡ് ഹൗ ടു ഗൂഗിൾ, ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും പറയുന്നത് നമ്മൾക്ക് എങ്ങനെ ഗൂഗിൾ ചെയ്യണം, നല്ല രീതിയിൽ ഗൂഗിൾ ചെയ്യണം എന്നുള്ളത്, ദാറ്റ് ഈസ് എ സ്കിൽ. സോ ഹൗ ടു ഗൂഗിൾ, ദാറ്റ് ഈസ് അനദർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ. ഇൻസ്റ്റാളിംഗ് ആപ്സ്, again that is another most important factor. നിങ്ങൾ സ്ക്രീൻ ശ്രദ്ധിച്ചാൽ മതി. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ യു ഹാവ് ടു ടൈപ്പ് ഇൻസ്റ്റാളിംഗ് ആപ്സ് എന്നോ, ഹൗ ടു ഗൂഗിൾ എങ്കിൽ ഗൂഗിൾ എന്നോ, GPS അറിയുമെങ്കിൽ GPS എന്നോ, വെബിനാർ എങ്കിൽ വെബിനാർ എന്നോ നിങ്ങൾ ടൈപ്പ് ചെയ്യണം. ആൻഡ് ഹൗ ടു സെലക്ട് ദ ബെസ്റ്റ് യൂട്യൂബ്സ്. നമുക്ക് വേഴ്സ്റ്റ് ആയിട്ടുള്ള യൂട്യൂബ്സ് ഉണ്ട്, യൂട്യൂബിലെ വീഡിയോസ് ഉണ്ട്. അതിൽ ബെസ്റ്റ് യൂട്യൂബ്സ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുക എന്നുള്ളതും ഡെഫിനറ്റ്ലി യു ഹാവ് ടു പുട്ട് യുവർ ആൻസേഴ്സ് ദർ. And my dear friends, about the musical instruments. Somebody earlier said our medical instruments ചോദിച്ചപ്പോൾ ആരോ musical instruments നേരത്തെ ടൈപ്പ് ചെയ്തിരുന്നു. Folks, let me tell you something. It is always about musical instruments. വീണ്ടും ഞാൻ പറയാം, നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. ജീവിതത്തിൽ നമുക്ക് ആരോ പറഞ്ഞ മാതിരി we should have some kind of a fun, right? So എന്തെങ്കിലും ഗിറ്റാറോ കീബോർഡോ തബലയോ ഡ്രംസോ എന്തെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് യു ഷുഡ് ബി ഗുഡ് ഇൻ. സോ എന്തെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക. സോ ഡിയർ ഫ്രണ്ട്സ്, എന്തെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഇപ്പം ശരിക്കും പറഞ്ഞ ഒരുപാട് സമയം നമുക്ക് കിട്ടുന്നുണ്ട്. അച്യുത് എസ് നായറിന് ഇൻഷുറൻസിനെ കുറിച്ച് എന്തൊക്കെ അറിയാമെന്ന് പറയുന്നു. വെരി ഗുഡ്. സോ ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് ഇൻ ദാറ്റ്. ഇലക്ട്രിക് ആയിട്ടുള്ള വർക്ക് ഒരുപാട് പേർക്ക് അറിയാമെന്ന് പറയുന്നത് ഇറ്റ് മേക്സ് മീ വെരി ഹാപ്പി. സോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നിങ്ങൾക്ക് നന്നായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പഠിക്കാം. And one of the most important factor is always ഇന്ന് ടെക് സാവി ആയിട്ടുള്ള കുട്ടികളാണ് നിങ്ങൾ എന്ന് എനിക്കറിയാം. ആൻഡ് ഇന്ന് ഡിജിറ്റൽ നേറ്റീവ്സ് ആണ് ഈ സെഷൻ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ ചോദിക്കുക, ഡു യു ഹാവ് എനി ഐഡിയാസ് അബൌട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്?
ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചും കോഡിങ്ങിനെ കുറിച്ചും ബ്ലോക്ക് ചെയിനെ കുറിച്ചും മെഷീൻ ലേണിംഗിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ധാരണകൾ വേണം. ആൻഡ് മോസ്റ്റ് ഓഫ് യു നോ മേ ബി നോയിങ് അബൌട്ട് റോബോട്ടിക്സ്. എനിക്കറിയാം വിശ്വജ്യോതി സ്കൂളിലെ പല കുട്ടികളും കഴിഞ്ഞ വെക്കേഷനിലാണെങ്കിലും അതിനു മുമ്പ് നമുക്ക് റോബോട്ടിക്സിനെ കുറിച്ചുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിട്ടുള്ള കുറെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ടായിരുന്നു. ആ റോബോട്ടിക്സ് സെഷൻസിൽ ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും എനിക്ക് അറിയാമായിരുന്നു. വിശ്വജ്യോതി സ്കൂളിൽ ഒരുപാട് സ്റ്റുഡൻസ് എന്റെ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് അവർ എന്നെ വിളിച്ച് പറയാറുണ്ട് റോബോട്ടിക്സിന്റെ ക്ലാസ്സുകൾ പങ്കെടുക്കുന്നതായിട്ടും കോഡിങ്ങിന്റെ ക്ലാസ്സുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ചെറിയ ചെറിയ സെഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതൊക്കെ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ പോയിന്റ്സ് ഇവിടെ ഇടാൻ കാരണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കോഡിങ്ങും റോബോട്ടിക്സിനെ കുറിച്ചുള്ള അറിവുകൾ നമുക്ക് നല്ലതാണ്. ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് അബൌട്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ഓൾസോ. കാരണം പൈസ നമ്മൾ ചെലവാക്കിയാൽ മാത്രം പോരാ. ഇറ്റ് ഈസ് ഓൾവേസ് അബൌട്ട് സേവിങ്സ് ഓൾസോ. So folks, let me tell you something. Even though you are all students, നമ്മളുടെ സേവിങ്സിനും വളരെ ഇമ്പോർട്ടൻസ് ആണ്. പാരന്റ്സിനോട് അതൊക്കെ ചോദിച്ച് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടത്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സേവിങ്സ് എന്നൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. കാരണം സേവിങ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഇപ്പോഴത്തെ ഐഡിയാസ് ആണ് ഭാവിയിൽ എന്തെല്ലാം സേവിങ്സ് നമുക്ക് വരുത്താൻ വേണ്ടുന്ന രീതിയിലേക്ക് നമ്മൾ ഗ്രോ ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുന്നതും. നമ്മളുടെ ഇൻകം ടാക്സിനെ കുറിച്ചുള്ള ചിന്തകളാണ്, ടാക്സേഷനെ കുറിച്ചുള്ള ചിന്തകളൊക്കെ നമുക്ക് കൊണ്ടുവരാം. മാക്ഫീനെ കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളുടെ ആന്റി വൈറസ് ഒക്കെ നമുക്ക് കൊണ്ടുവന്ന മാക്ഫി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന് ടാക്സ് അദ്ദേഹം ചെറിയ ഒരു നെഗറ്റീവായിട്ട് ഒരു കാര്യം ചെയ്തത് കൊണ്ട് അദ്ദേഹം ജയിലിലായിരുന്നു. വീണ്ടും അദ്ദേഹം മരിക്കുകയുണ്ടായി. So my dear friends, you should know something about what is happening in the world. And the final thing is always you should be a person who is financially literate. എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ വേൾഡിൽ സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണയും കൂടി നമുക്ക് വേണം. ഇതൊക്കെ പറയുമ്പം നിങ്ങളുടെ പാരന്റ്സ് ഒക്കെ ചിലപ്പോൾ വിചാരിക്കണ്ടാവും എന്തിനാണോ ഇതൊക്കെ അറിയുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഈസ് ഇതിനെ കുറിച്ചുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ നമ്മൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കാൻ ഇത് ഹെൽപ്പ് ആവും. ഒരുപാട് പേര് നല്ല നല്ല ഉത്തരങ്ങൾ ഇവിടെ തരുന്നുണ്ട് അബൌട്ട് സേവിങ്സ് ആൻഡ് അബൌട്ട് എവറിത്തിങ്. സോ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇതൊക്കെ ഇവിടെ പറയാൻ കാരണം ഇതെല്ലാം ആണ് നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മുടെ സ്കൂളുകൾ തുറന്നു കഴിയുമ്പോൾ, നമ്മൾ സ്കൂളിലേക്ക് തിരിച്ചു വരുമ്പം ഒരുപാട് നോളേജും നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് ക്ലാസ്സിലേക്ക് വരുമ്പം നമ്മുടെ ക്ലാസ്സിലുള്ള പ്യൂപ്പുകൾ എന്ത് പറയും? ബട്ടർഫ്ലൈ ആയിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് തിരിച്ചു വരുമ്പം അവരെന്ത് പറയും? യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട് എന്ന് പറയും. അപ്പം നമ്മൾ തിരിച്ചെന്ത് പറയും? വി ആർ സപ്പോസ് ടു, അല്ലെ? നമ്മൾ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേ പറ്റൂ. isn't it? സോ നമ്മുടെ കൂട്ടുകാരെ യു ഹാവ് ചേഞ്ച്ഡ് എന്ന് പറയുമ്പം നമ്മൾ വളരെ പ്രൗഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചു എന്ന് പറയുവാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നിൽക്കുമ്പം നമ്മൾ ഇന്നത്തെ പ്യൂപ്പയാണ് നാളത്തെ ബട്ടർഫ്ലൈ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് നമ്മൾ ചിന്തിക്കാം. മൈ ഡിയർ ഫ്രണ്ട്സ്, ഡോണ്ട് ലൂസ് ഹോപ്പ്. You never know what tomorrow will bring in your life. അതുകൊണ്ട് തന്നെ നമ്മൾ സ്കിൽസുകൾ മാക്സിമം ആർജിച്ചെടുക്കുവാൻ വേണ്ടി ഒന്ന് പരിശ്രമിക്കാം. And this is what we call as metamorphosis. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നേ പറ്റൂ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, ബയോളജി ടീച്ചർ നിങ്ങൾ ഇത് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. There should be some kind of a change in your life. That is what we call as the transformation. ആ ട്രാൻസ്ഫോർമേഷനെ ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് by this beautiful word called metamorphosis. നമ്മുടെ ജീവിതത്തിൽ ഒരു മെറ്റമോർഫോസിസ് വേണം. ഈ ലോക്ക്ഡൌൺ പീരീഡിൽ, ഈ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പീരീഡിൽ what kind of a metamorphosis happened? കഴിഞ്ഞ 2020 മാർച്ച് 24 ലോക്ക്ഡൌൺ ആരംഭിച്ചത് മുതൽ ഇന്ന് ജൂൺ 3 ഇത്രയും സെന്റ് തോമസ് ഡേ ഇന്ന് ആയിട്ടുള്ള ഈ ജൂലൈ 3 ജൂലൈ 3 ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുമ്പം what changes happen? പോസിറ്റീവ് ആയിട്ടുള്ള എന്ത് മാറ്റങ്ങളാണ് ഒരു ബട്ടർഫ്ലൈ പോലെ പറന്നുയരുവാൻ എന്ത് തരത്തിലുള്ള മെറ്റമോർഫോസിസ് ആണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്ന് യു പ്ലീസ് ആസ്ക് യുവർ സെൽഫ് മൈ ഡിയർ ഫ്രണ്ട്സ്. ആൻഡ് ദെൻ ഡെഫിനറ്റ്ലി യു ആർ ഗെറ്റിംഗ് ലോട്ട്സ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. ഈ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ പോലെ ഐ ജസ്റ്റ് വാണ്ട് ടു ഇൻട്രൊഡ്യൂസ് എ ഗ്രേറ്റ് പേഴ്സൺ ഓവർ ഹിയർ. At the age of 80, she left her home to live with her college mate. However, her life turned for the worse after her living partner left her and she, with her 6-month-old boy, had to fight her life alone. ഞാൻ ആരെയാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ you can put that answer in chat box. Her family did not let her back but was allowed to stay in a shanty adjacent to her grandparents' home.
Not to be cowed down, this gritty woman did all sorts of jobs, starting off her career by selling soap and detergent powder door to door. Then she turned to become an insurance agent, delivered groceries in a two-wheeler in the households, and did many other jobs for her and her son's survival. ഉത്തരങ്ങളൊന്നും chat boxil വന്നില്ലല്ലോ. And she had her hair cropped like men. Can you tell me who is that? And Aishwarya is with the right answer, that is Ani Shiva. Along with working, she studying privately, completed her graduation in sociology. My dear friends, why I'm introducing this great lady over here? And she cracked the police constable examination in the 2016 and joined service. Why I'm introducing this lady over here? After that, qualified as sub-inspector of police. My dear friends, my question here is, why I'm introducing Ani Shiva before you? Everybody knows in this platform Ani Shiva. Why I'm introducing this great lady over here? What is the learning part? Even the parents can put your answers. What is the learning part from Ani Shiva? I want your answers. I want your answers. What is the learning part from Ani Shiva? Yes, Sub-Inspector Ani Shiva. What is the learning part? What do you learn from the life of Ani Shiva? What is the learning part from Ani Shiva? I'm expecting your answers. She's there in, that is resilience. As somebody says resilience, and she's there in the Whitela police station right now. Yes, as SI. Varkalayilirunnu, തീർച്ചയായിട്ടും you are all updated. Fantastic answers, brilliant answers. Everybody knows Ani Shiva. Now she is a role model for many. Never give up, resilience, never lose hope. Very good. Brave and determination, something more. It's about hope, something more. Resilience, what happened to her? What is the learning part? 18-ാം വയസ്സിൽ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്ന ഒരു കുട്ടിയാണ്. എന്തുകൊണ്ടാണ്? She left her family with എന്തിനായിരുന്നു? To go with her boyfriend, right? And what happened to her life? Never give up in her life. She didn't give up. Persistence, hard work. That is about the confidence. Hard work, persistency, hard work. She did not give up, never looking back. Determination, never give up. Hope and her positivity and resilience. My dear friends, why I'm introducing this great lady over here? ഇവിടെ മാതാപിതാക്കളും ഈ സെഷനിൽ ഇവിടെ ഉണ്ടാവാം. നിങ്ങൾ ഇവിടെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പം Ani Shiva from lemonade seller to Kerala police woman. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ കുട്ടിയെ പരിചയപ്പെടുത്തുമ്പം who joined the Kerala police as sub-inspector on June 25th. ദിവസങ്ങൾക്ക് മുമ്പ് ഈ പോലീസ് ഫോഴ്സിൽ ജോയിൻ ചെയ്ത ഈ കുട്ടി was selling ice cream candies and lemonade for living in the same place Kerala, and that is Varkala. And dear friends, her complex story is also one of the grit, determination, self-confidence, inspiration, adventure, determination, willpower. More than everything, it is always about the perseverance. Dear friends, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാ, ആ കുട്ടിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി പോരേണ്ടി വന്നു അല്ലെ? അച്ഛനും അമ്മയും വിട്ട് ആ കുട്ടിയുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ അവിടെ നിന്ന് ഇറങ്ങി പോന്നു. But within another 6 months or 7 months, what happened in her life? That guy ditched her or something happened in her life or with the husband. So my dear friends, again what happened? ആ കുട്ടി ഫാമിലിയെ വിട്ട് വന്ന് മറ്റൊരു വ്യക്തിയെ കൂടെ ജീവിക്കാൻ വേണ്ടി നോക്കിയപ്പം ആ കുട്ടിയുടെ ജീവിതം സ്പോയിലായി എന്ന് തന്നെ പറയാം. But she never gave up. So my dear friends, one of the most important factor you have to keep in our mind is always love your family like anything. Number one factor. They are all different, but they are all yours. നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും പപ്പയും മമ്മയും ഡാഡിയും മമ്മിയും ഒക്കെ ഉണ്ട്. Definitely love your family. But again, lots of things we have to study from Ani Shiva. Never ever give up, because if you have the resilience, there will be success. ഇവിടെ Ani Shivane പരിചയപ്പെടുത്തുമ്പോൾ definitely lots of transformation happened in that lady. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് ആ കുട്ടിയിൽ സംഭവിച്ചത്. നെവർ എവർ ഗിവ് അപ്പ് എന്ന് ആ കുട്ടി നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു ആൺകുട്ടി കൂടെ ഉണ്ടായിരുന്നിട്ടും ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ ആ കുട്ടിയെ പ്രേരിപ്പിച്ചത് നെവർ എവർ ഗിവ് അപ്പ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഈ സെഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും യു മേ ബി തിങ്കിങ് സംതിങ് ലൈക്ക് ദിസ്. സം പീപ്പിൾ വാണ്ട് ഇറ്റ് ഹാപ്പൻ. ചില വ്യക്തികൾക്ക് ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും. സം പീപ്പിൾ വാണ്ട് ഇറ്റ് ഹാപ്പൻ. പക്ഷെ നമ്മള് അവിടെ വിശ്വജ്യോതി സ്കൂളിന്റെ മുമ്പിൽ ബാസ്കറ്റ്ബോൾ കോർട്ടില്
പന്തുമായിട്ട് ബെഞ്ചിൽ ചുമ്മാ ഇരുന്ന എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ? ചില ആൾക്കാരെ പന്ത് കയ്യിലും പിടിച്ചുകൊണ്ടിരിക്കും. സം വിഷ് ഇറ്റ് വുഡ് ഹാപ്പൻ, ബട്ട് സം പീപ്പിൾ മേക്ക് ഇറ്റ് ഹാപ്പൻ. My dear friends, if you want to make it happen, one of the greatest factors is you should always have what I call as the perseverance. I started with honesty, but the second most important factor is always you should have the honesty. ആ സത്യസന്ധതയോട് കൂടിയുള്ള പെർസീവറൻസ് ഉണ്ടാവണമെങ്കിൽ ഞാൻ ഈ സെഷന്റെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ്, we need to be updated or you will be outdated. നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. പക്ഷേ മിക്കപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മിക്കപ്പോഴും വരുന്ന ഒരു കാര്യമാണ്, നമ്മൾ പറയുന്ന തമാശയ്ക്ക് പറയുന്ന ഒരു കാര്യമാണ്, I am not lazy sir, but just currently in energy saving mode. നമ്മൾ പഠിക്കാതെ മടി പിടിച്ചിരിക്കുന്ന സമയത്ത്, കിടന്നുറങ്ങാൻ നമ്മൾ താല്പര്യപ്പെടുന്ന സമയത്ത്, രാവിലെ 11 മണിക്കും 11:30ക്കും എണീക്കുന്ന സമയത്ത്, കഴിഞ്ഞ ദിവസം എന്റെ അടുത്തേക്ക് ഒരു മിടുക്കനെ കൊണ്ടുവന്നു. നല്ല കുട്ടിയാണ്, നല്ല മിടുക്കനാണ്, അവനെ കൊണ്ട് ഒരു ശല്യമില്ല. പക്ഷെ അവൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, അവൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കില്ല. അപ്പൊ പിന്നെ എന്താ അവൻ കഴിക്കാം? അവൻ കഴിക്കുന്നത് ബ്രഞ്ച് മാത്രം. എന്താ കഴിക്കുന്നത്? ബ്രഞ്ച് മാത്രം, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി. അവന് വെയിറ്റ് വളരെ കുറവാണ്. എത്രയാണെന്നറിയോ? 110 കിലോ, 110 kilos my dear friends. കാരണം രാവിലെ ബ്രഞ്ചാണ് കഴിക്കാം. എന്ത് ചെയ്യും? ബ്രഞ്ച് കഴിക്കുന്നവരെ 11 വരെ സുഖമായിട്ട് കിടന്നുറങ്ങും. കിടന്നുറങ്ങിയതിനു ശേഷം 11 മണി 11:30 ആകുമ്പോൾ എണീറ്റിട്ട് ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞ നല്ല കുട്ടിയാണ്, വീണ്ടും കിടന്നുറങ്ങിക്കോളും. രാത്രി 7:30 ആകുമ്പോൾ വീണ്ടും എണീക്കും. എണീറ്റിട്ട് വീണ്ടും നല്ല കുട്ടിയായിട്ട് ഡിന്നർ കഴിക്കും. ഡിന്നർ കഴിച്ച ഒരു ശല്യമില്ല കേട്ടോ, വീണ്ടും കിടന്നുറങ്ങും. I am not lazy, just currently in energy saving mode. My dear friends, be updated or you will be outdated. ഇന്നത്തെ കാലഘട്ടത്തിൽ you have to be updated my dear friends. നിങ്ങൾ ഇത് ആരെങ്കിലും കണ്ടോ എന്ന് എനിക്കറിയില്ല. This is the future my dear friends. ഇതാണ് ഫ്യൂച്ചർ. എന്താണ്? ഇന്ന് നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഇറ്റ് ഈസ് വാട്ട്? എ ഫ്ലൈയിങ് കാർ. അപ്പൊ നിങ്ങളിൽ പല ആൾക്കാർ പറയും, അയ്യോ ഞങ്ങൾ ആരും ഇത് കണ്ടിട്ടില്ല എന്ന്. നിങ്ങൾ എന്തുകൊണ്ട് കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം. കാരണം യു ഓൾവേസ് ലവ് ഓർ യു ഓൾവേസ് വാണ്ട് എ ലംബോർഗിനി, അല്ലെ? കാരണം ലംബോർഗിനിയുടെ അഡ്വർടൈസ്മെന്റിൽ പറയുന്ന ഒരു കാര്യമാണ്, വി ഡോണ്ട് ഡു കമേഴ്സ്യൽസ് ബിക്കോസ് അവർ ടാർഗറ്റ് ഓഡിയൻസ് ഇസ് സിറ്റിംഗ് അറൌണ്ട് വാച്ചിങ് ടിവി. നിങ്ങൾ ആരും ടിവി കാണാത്ത വ്യക്തികളായതുകൊണ്ടാണ് ലംബോർഗിനി അഡ്വർടൈസ്മെന്റ് കാണാത്തതും. അല്ലെങ്കിൽ ലംബോർഗിനിയുടെ പറയുന്ന പോലെ വി ഡോണ്ട് ഡു കമേഴ്സ്യൽസ് ബിക്കോസ് അവർ ടാർഗറ്റ് ഓഡിയൻസ് ഇസ് സിറ്റിംഗ് അറൌണ്ട് വാച്ചിങ് ടിവി. ടിവിയിൽ വന്നൊരു അഡ്വർടൈസ്മെന്റ് പോലെ അല്ല, പക്ഷെ ടിവിയിൽ വന്ന ഒരു ന്യൂസ് ആണ് ഇത് മൈ ഡിയർ ഫ്രണ്ട്സ്. ആൻഡ് ദിസ് ഇസ് അബൌട്ട് ദ ഫ്ലൈയിങ് കാർ. നമ്മുടെ ലോകത്തില് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച ഒരു കാര്യമാണ്. ഫോക്സ് മൈ ഡിയർ ഫ്രണ്ട്സ്, ദ വേൾഡ് ഈസ് അഡ്വാൻസിങ് ലൈക്ക് എനിത്തിങ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇഫ് യു വാണ്ട് ടു ബൈ എ ലംബോർഗിനി പ്ലീസ് ഡോണ്ട് വാച്ച് ടിവി എന്നാണ് ലംബോർഗിനി പറയുന്നതെങ്കിൽ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, കഴിഞ്ഞ ദിവസം BBC ന്യൂസിൽ വന്നൊരു വാർത്തയാണ് ഫ്ലൈയിങ് കാർസ്. ദ വേൾഡ് ഈസ് അഡ്വാൻസിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. We have to be updated what the world the people are doing in this beautiful world. ഇതൊക്കെ അറിയണമെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം, the knowledge is power, but enthusiasm pulls the switch. നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ വിജ്ഞാനം നമുക്ക് ആവശ്യമാണ്, but enthusiasm pulls the switch my dear friends. അതുകൊണ്ട് enthusiasm എന്ന് പറഞ്ഞാൽ ഊർജ്ജസ്വലത. ഊർജ്ജസ്വലതയോടുകൂടി ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ how or what all things what we have to do in our life.